ഹലോ ഗൈസ്, വെൽക്കം ടു ജിജേവേഴ്സ്. ദിസ് ഇസ് മീ ജിജെ. സോ നിങ്ങൾ തംബ്നെയിലും ക്യാപ്ഷനും ഒക്കെ വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും ഈ വീഡിയോ എന്തിനെ കുറിച്ചായിരിക്കുന്നത്. സോ എന്തായാലും ഞാൻ അതിൻ്റെ ഒരു കഥാരൂപത്തിൽ ഞാനത് പറയാം. ഓക്കെ, 2022 ആ വർഷം എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വർഷമാണ്. കാരണം കൊറോണയൊക്കെ കഴിഞ്ഞ് നമ്മളൊരു കൊറോണ കാലഘട്ടമായിരുന്നല്ലോ 2020-21 വർഷം കഴിഞ്ഞ് ഒന്ന് ഫുള്ളി ഫ്രീ ആയി മാസ്ക് ഒക്കെ മാറ്റി നമ്മളൊന്ന് ഫ്രീ ആയിട്ട് തുടങ്ങിയ ഒരു വർഷമാണ് 2022. സോ ആ സമയത്താണ് എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് ജോലി കാര്യമായിട്ട് വരാനായിട്ടുള്ള ഒരു ചാൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പുതിയൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, പുതിയ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഒരു പുതിയ ഫോൺ മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു ഓൺലൈൻ സൈറ്റ് നോക്കി എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും എൻ്റെ കസിൻസിൻ്റെ അടുത്തും ഒക്കെ സജഷനൊക്കെ ചോദിച്ച് ഒരു ഫോൺ സ്വന്തം പൈസയ്ക്ക് ആദ്യമായിട്ട് മേടിക്കുകയാണ്. ഒരുപാട് സ്വപ്നം കണ്ട് മേടിച്ചൊരു ഫോണാണ്. വളരെ രസമുള്ള എന്താ പറയുക, ക്യൂട്ടായിട്ടുള്ളൊരു കൊച്ചു ഫോണാണ്. വളരെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു കമ്പനിയുടെ ഒരു ഫോണാണ്. അപ്പം ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഒരുമിച്ചാണ് ആ സമയത്ത് ഫോൺ മേടിച്ച് അവൻ അതിൻ്റെ തൊട്ട് മുമ്പത്തെ ഒരു മോഡലായിട്ടുള്ള അവർ ആരാധകർക്ക് വേണ്ടി ഇറക്കിയ ഒരു എഡീഷൻ ആയിട്ടുള്ള ഒരു ഫോണും ഞാൻ ആ ഫോണിൻ്റെ തൊട്ട് ശേഷം വന്നിട്ടുള്ള ഒരു കുഞ്ഞൻ ഫോണാണ് ഞാൻ മേടിച്ചത്. നല്ല ക്യാമറയാണ്, ഭയങ്കരമായിട്ട് സൂം ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല നല്ല രീതിയിലുള്ള സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ഒക്കെയാണ്. ബാറ്ററി ബാക്കപ്പ് കുറവാണ് ഫോണിനെങ്കിലും സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ഒക്കെയാണ്. സോ അന്ന് അതിന് 84,000 ആയിരുന്നു അതിൻ്റെ പ്രൈസ് എങ്കിലും ഞാനത് ഓഫർ പ്രൈസിന് 48-നാണ് മേടിച്ചത്. അന്നൊരു ആപ്പൊക്കെ ഉണ്ടായിരുന്നു, ഈ പൈസ തിരിച്ച് കിട്ടുന്ന ഒരു ആപ്പ് ഉണ്ടായിരുന്നു. അത് ഇപ്പോഴുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരു വയലറ്റ് ഒക്കെ കളറൊക്കെ വെച്ചിട്ട് അന്ന് ഞാനത് അതിൽ കൂടെയാണ് മേടിച്ചത്. സോ എനിക്ക് അതിൽ കുറച്ച് ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടി. അങ്ങനെ അന്ന് വളരെ സന്തോഷത്തോടെ ഞാൻ ആ ഫോൺ മേടിച്ചു. ഞാൻ കൊച്ചിയിൽ വന്നു. ഒരുപാട് പേരുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ അതിലെടുത്തു. എൻ്റെയും എൻ്റെ ഫ്രണ്ട്സിൻ്റെയും എല്ലാം ഒരുപാട് മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്ത് ഒരു വളരെ ഭംഗിയുള്ളൊരു ഫോണാണ്. വളരെ എന്താ പറയുക, വളരെ ഹാൻഡി ആയിരുന്നു. ചെറുതാണെങ്കിലും ഭയങ്കര എന്താ പറയുക, നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഒരു ആറ്റം ബോംബിനെ പോലെ ചെറിയ സൈസ് ആണെങ്കിലും ഭയങ്കര എന്താ പറയുക, ഭയങ്കര എഫക്റ്റാണ്. സോ അങ്ങനെ ഞാൻ ഭയങ്കര സന്തോഷമായിട്ട് ആ ഫോൺ യൂസ് ചെയ്ത് പോകും. അങ്ങനെ എനിക്ക് 2024 ആയപ്പോഴത്തേക്കും എൻ്റെ കൂട്ടുകാരനൊരു ദിവസം ഞാൻ നാട്ടിൽ പോയപ്പോഴത്തേക്കും അവനെ കണ്ടു. അപ്പോൾ അവനിങ്ങനെ അവൻ്റെ ഫോൺ കാണിച്ചിട്ട് പറഞ്ഞു, എടാ എനിക്ക് പുതിയ അപ്ഡേറ്റിന് ശേഷം ഒരു വര വന്നിട്ടുണ്ട്, ഒരു പച്ച വര. ഞാൻ എന്തായാലും സർവീസ് സെൻ്ററിൽ കൊണ്ടുവന്ന് കൊടുത്തു നോക്കാം നമുക്ക് ശരിയാവുമെന്ന്. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് തന്നെ നമ്മുടെ ഒരു പ്രതിമയൊക്കെ വെച്ചിട്ടുള്ളൊരു വലിയൊരു ജംഗ്ഷനാണ്. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടൊരു വലിയ മന്തിക്കടയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ചേർന്നിരിക്കുന്ന ഒരു സർവീസ് സെൻ്ററിൽ പോയി അവിടെ ചെന്ന് അവനത് കൊടുത്തപ്പോഴത്തേക്ക് അവരിങ്ങനെ എടുത്തു, ഓക്കെ ഈ മോഡലാണ്, അപ്പോൾ ഈ മോഡലിന് ഒരുപാട് കംപ്ലയിൻറ്റ്സ് വന്നിട്ടുണ്ട്, സോ അതുകൊണ്ട് ഞാൻ നന്നാക്കി തരാമെന്നുള്ള പറഞ്ഞിട്ട് സർവീസ് ചാർജ് മാത്രം മേടിച്ചുകൊണ്ട് അവർ നന്നാക്കി കൊടുത്തു. വളരെ സന്തോഷമായിട്ട് അവൻ എങ്ങനെ പോയി. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞിരുന്നു, എടാ അപ്ഡേറ്റ് ഒന്നും ചെയ്യണ്ട, അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് ഇത് വരാൻ സാധ്യതയുണ്ട്. ശരി, ഞാൻ വിചാരിച്ചു എന്നാൽ ഓക്കെ അപ്ഡേറ്റ് ചെയ്യണ്ട, കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വിചാരിച്ചു. അങ്ങനെ ഞാനങ്ങനെ വിചാരിച്ച് കുറച്ച് ദിവസം ഇരുന്നപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഇത് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്ത സമയത്ത് അപ്ഡേറ്റ് ആയി. അപ്പോൾ അപ്ഡേറ്റിന് ശേഷം ഞാൻ നോക്കിയപ്പോഴത്തേക്കും പിറ്റേന്ന് ഞാനൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് അതിലിങ്ങനെ ഒരു നായകൻ്റെ നെറ്റിയിൽ കൂടെ ഒരു വര ഇങ്ങനെ പോകും. എന്താ ഇത്, ഒരു ചെറിയൊരു ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡാണ്. എന്താ ഇത്, ദൈവമേ, ടെൻഷനായി. ബാക്ക് അടിച്ച് ഞാൻ ബാക്കി ആപ്സൊക്കെ നോക്കി, സംഭവം ഇവിടെ ഉണ്ടായി, വരയുണ്ട്. അപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ടെൻഷനായി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും. സോ എന്തായാലും ഞാൻ എൻ്റെ ആ കമ്പനിയുടെ കസ്റ്റമർ കെയർ ഞാൻ വിളിച്ചു. കസ്റ്റമർ കെയർ വിളിച്ച് സംസാരിച്ചപ്പോഴത്തേക്ക് അവരിങ്ങനെ പറഞ്ഞു, അയ്യോ ഇത് ഏതാ മോഡൽ. അപ്പം ഞാൻ ആ മോഡലിൻ്റെ പേര് പറഞ്ഞു, ഒരു രസമുള്ളൊരു ക്യൂട്ട് മോഡൽ. അപ്പോൾ ആ മോഡലിൻ്റെ ഞാൻ പേര് പറഞ്ഞപ്പോഴത്തേക്ക് അവർ കേട്ടിട്ട്, അയ്യോ ഈ മോഡലിനാണെങ്കിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, സോറി എന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് മനസ്സിലായില്ല, എന്താണ്? അല്ല ഈ മോഡൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ശരി സോറി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എനിക്ക് കൂടുതൽ പറയാൻ അവസരം നൽകുന്നതിന് മുമ്പേ അവർ പറഞ്ഞു, ഇതിൽ കൂടുതൽ സാറിന് എന്തെങ്കിലും അറിയാനുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ശരി വെച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ മേ ബി ഡയറക്റ്റ് ആയിട്ടുള്ള കോൺടാക്ട് ആയതുകൊണ്ടായിരിക്കും, നമുക്ക് എന്തായാലും സർവീസ് സെൻ്ററിൽ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിങ്ങനെ പോയി നാട്ടിലെത്തി. വീക്കെൻഡ് എനിക്ക് നാട്ടിൽ പോകാൻ പറ്റുള്ളൂ, വർക്കുണ്ട്. സോ വീക്കെൻഡ് ഞാൻ നാട്ടിലെത്തി, സർവീസ് സെൻ്ററിൻ്റെ അടുത്തെത്തി. നല്ല മന്തിയുടെ മണമൊക്കെ ഉണ്ട്. അപ്പോൾ ആ മണമൊക്കെ ആയിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ സർവീസ് സെൻ്ററിനകത്തോട്ട് പോയി കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ അകത്ത് വിളിച്ച് ഒരു സ്ഥലത്തിരുത്തി ഒരു സ്ത്രീയായിട്ട് ഞാൻ സംസാരിച്ചു. അവർ പറഞ്ഞു, അയ്യോ ഇത് ഈ മോഡലിനാണെങ്കിൽ സാർ ഒരു നിവൃത്തിയില്ല സാർ, ഒന്നും ചെയ്യാൻ പറ്റില്ല, കമ്പനി നമ്മളടുത്ത് പറഞ്ഞേക്കണം, അത്രയേ ഉള്ളൂ സാർ, അടുത്ത കസ്റ്റമറിനെ വിളിച്ചോട്ടെ സാർ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെയാണ് വിളിച്ചിരിക്കുന്നത്, സോ നമ്മൾ തമ്മിൽ ഡീലിങ്സാണ്, നമ്മൾ ഇത് റെഡിയാക്കുക, അല്ലെങ്കിൽ കസ്റ്റമറിന് സൊല്യൂഷൻ കൊടുക്കുക, അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക, അത് ചെയ്യുക, അല്ലാതെ ഉടനെ അടുത്ത കസ്റ്റമറിലേക്ക് പോകരുത്. അപ്പോൾ അവർ ഫോഴ്സ്ഫുള്ളി എന്നെ മാറ്റി അടുത്ത കസ്റ്റമറിലേക്ക് പോകണം എന്നുള്ളത് നിർബന്ധം പിടിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ സംസാരിച്ചു. അപ്പോൾ അവരുടെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു പുള്ളി ഉണ്ടായിരുന്നു, ഒരു താടിയൊക്കെ വെച്ചിട്ട്. അദ്ദേഹം വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ നമുക്കൊന്ന് മാറി നിന്ന് സംസാരിക്കാം. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, കാര്യം എങ്ങനെയാണ്, ഒരുപാട് പേര് കംപ്ലൈൻറ്റുമായിട്ട് വരുന്നുണ്ട്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മെയിൻ കമ്പനിയിൽ നിന്നുള്ള ഉത്തരവ് ഇന്ന 2 മോഡലുകൾക്ക്, അതായത് എൻ്റെ കൂട്ടുകാരനെടുത്ത മോഡലിൽ പിന്നെ എൻ്റെ മോഡലിന് ശേഷം വന്ന് കുറച്ചുകൂടെ ഭയങ്കരമായിട്ടുള്ളൊരു മോഡലുണ്ട്, ഒരു പവർ ബാങ്കിൻ്റെയൊക്കെ സൈസുള്ളൊരു ഫോൺ. അപ്പോൾ അതിനൊക്കെയാണ് ഈ ഇഷ്യൂ എന്നുണ്ടെങ്കിൽ അവർ ഫ്രീ ആയിട്ട് നന്നായി കൊടുക്കും, അല്ലാതെ എൻ്റെ മോഡലിൽ അത് ഫ്രീ ആയിട്ട് നന്നായി കൊടുക്കില്ല, നന്നാക്കി അല്ലാതെ മേടിക്കാനേ പറ്റുള്ളൂ.
അപ്പം ഞാൻ വളരെ നിരാശപ്പെട്ടു. അപ്പോൾ അയാൾ പറഞ്ഞു ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ കസ്റ്റമർ കെയറിൽ ഡയറക്റ്റായിട്ട് വിളിച്ച് സംസാരിക്കാൻ പറ്റും. ഞാൻ ഭയങ്കര വിഷമത്തോടെ തിരിച്ചുപോയി. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി എൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ വിട്ട് കളയരുത്, അതിൻ്റെ പുറകെ പോകണം. അതേപോലെ തന്നെ എൻ്റെ ഈ നമ്മുടെ തൊട്ട് മുമ്പത്തെ ആ ഫോൺ എടുത്ത ആ കൂട്ടുകാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഫൈറ്റ് ചെയ്തേ പറ്റുള്ളൂ, നമുക്ക് വേറെ ഒന്നുമില്ല, ഫൈറ്റ് ചെയ്യണം പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ ശരി എന്നാൽ നമുക്ക് ഫൈറ്റ് ചെയ്യും. ഞാൻ തീരുമാനിച്ചു. ഞാൻ ഇരുന്നു, കസ്റ്റമർ കെയറിൽ ഒന്നുകൂടെ വിളിച്ചു. നമസ്കാരം, ഇന്ന കസ്റ്റമർ കെയറിൽ, അതെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ഹിന്ദിക്കാരനാണ്. അപ്പോൾ അവൻ പറയുന്നതെന്ന് പറഞ്ഞാൽ കമ്പനി ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അവനൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു കമ്പനി എന്ന് പറയാം. അപ്പോൾ എന്നാൽ എനിക്ക് കമ്പനിയായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ വെക്കാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഒരു രക്ഷയില്ല, തരാൻ പറ്റില്ല, ഇതാണ്. ഞാൻ പറഞ്ഞു നടക്കില്ല, എനിക്ക് ഇതിൽ അടുത്ത എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടായേ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഫർദർ വലിയ വിധനം വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണെങ്കിൽ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് എനിക്കൊരു കോൾ ബാക്ക് അറേഞ്ച് ചെയ്ത് തന്നു. ദൈവം സഹായിച്ചത് ഒരു മലയാളിയായിരുന്നു, ഒരു സ്ത്രീയായിരുന്നു. അവർ പറഞ്ഞു ഇങ്ങനെയാണ് സർ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് ഈ ഫോൺ താഴെ വീണിട്ടില്ല, താഴെ വീണൊരു പൊട്ടലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് വളരെ റീസെൻ്റ്ലി ഒരു അപ്ഡേറ്റിന് ശേഷമാണ് ഈ വര വന്നത്. നിങ്ങളിത് വെച്ച് താമസിപ്പിക്കും തോറും ഇതിൽ വരകൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കത് ബുദ്ധിമുട്ടാണ്, എനിക്ക് കാണാൻ ഉപയോഗിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, കണ്ണിൻ്റെ പ്രോബ്ലം. അപ്പോൾ ഞാൻ അതിങ്ങനെ പറഞ്ഞു. അവർ ഓക്കെ ശരി സാർ, ഒരു വഴിയുണ്ട് സാർ, എന്തായാലും സർവീസ് സെൻ്ററിൽ ഒന്നുകൂടെ പോവുക, 200 രൂപ കൊടുത്ത് ഒരു ജോബ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുക. ജോബ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ തുടർന്ന് അവരത് ആക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു. ശരി, ഞാൻ സർവീസ് സെൻ്ററിൽ പോയി. അപ്പോഴും മറ്റൊരു സ്ത്രീയുടെ അടുത്താണ് നമ്മൾ പോയത്. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ശരി, ജോബ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഫോൺ മേടിച്ചു, 6 വശത്തെ ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഒരു ജോബ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്ത് 200 രൂപ അടച്ചു, എല്ലാം കഴിഞ്ഞു. പിന്നെ ഒരു അഡ്രസ്സും ഇല്ല, ഒരു തരത്തിലുള്ള അഡ്രസ്സും ഇല്ല. സർവീസ് സെൻ്ററിൽ വിളിച്ചപ്പോഴത്തേക്ക് അവരോട് ഡയറക്റ്റ് കമ്പനി വിളിക്കും. ശരി എന്നാൽ പോട്ടെ എന്ന് പറഞ്ഞാൽ കമ്പനി വിളിച്ച് സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് ഓയോ സാർ ഒന്നും ചെയ്യാൻ പറ്റില്ല സാർ, ഈ മോഡലായതുകൊണ്ട് നമുക്ക് നന്നാക്കി തരാനായിട്ടുള്ള ഒരു നിവൃത്തിയില്ല. ഞാൻ പറഞ്ഞു ഇതാണെങ്കിൽ പിന്നെ എന്തിനാ എൻ്റെ കയ്യിൽ നിന്ന് 200 രൂപ മേടിച്ച് ജോബ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്തേ? അത് സാർ ഞങ്ങൾക്ക് ഇവിടെ ഒരു റെക്കോർഡ് ആക്കാനാണ്, ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, എനിക്ക് അടുത്ത സീനിയറിലേക്ക് പോകണം. അങ്ങനെ പോയി അവസാനം ഒരു സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തി എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ കമ്പനി ഇതാണ്, കോളിംഗ് ഫ്രം ഇന്ന കമ്പനി, കാര്യങ്ങളൊക്കെയാണ്, റെഡിയാക്കി തരാനുള്ള പരിപാടികൾ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതാണ് പ്രോബ്ലം എന്ന് പറഞ്ഞു. ഒരു സാർ ആ മോഡലിന്. അപ്പം ഇതേ കഥ തന്നെ പിന്നെയും പാടി. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, എനിക്ക് ഇതിന് സൊല്യൂഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ശരി ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ എന്തായാലും ജോബ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്തല്ലോ, ഞാൻ ഇതിൽ ഫർദർ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് അറിയിക്കാം, ഒരു 3 ദിവസം സമയം തരാൻ പറഞ്ഞു. ഞാൻ ശരി ഓക്കെ 3 ദിവസമെങ്കിൽ 3 ദിവസം പോട്ടെ, സാരമില്ല എന്ന് ചോദിച്ചു. 3 ദിവസം സമയത്തിനുള്ളിൽ പുള്ളി എന്താണെന്ന് വെച്ചാൽ സോർട്ട് ചെയ്ത് റെഡിയാക്കി തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ എന്നെ വിളിക്കാനായിട്ട് ഒരു നമ്പർ തന്നു, മെയിൽ ഐ ഡി തന്നു. ഓക്കെ, ഞാൻ 3 ദിവസം വെയിറ്റ് ചെയ്തു. 3 ദിവസം കഴിഞ്ഞ് ഞാൻ പിന്നെയും കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഒരു തരത്തിലുള്ള റെസ്പോൺസും ഇല്ല. ആ നമ്പറിൽ വിളിച്ചപ്പോൾ ആരും എടുക്കുന്നില്ല, അല്ലാതെ മെയിൽ അയച്ചപ്പോൾ ഒരു തരത്തിലുള്ള റെസ്പോൺസും ഇല്ല, ഒന്നുമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഡൗൺ ആയിപ്പോയി. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് നമ്പർ തന്നിട്ട് ആ നമ്പർ വിളിക്കുമ്പോൾ ആരും എടുക്കുന്നില്ല, പിന്നെ ഒരു മെയിൽ ഐ ഡി തന്നിട്ട് ആ മെയിൽ ഐ ഡിയിൽ അയക്കുമ്പോഴത്തേക്ക് ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇത്രയും ഒരു വലിയ കമ്പനിയാണെന്ന് അറിയണം. ആ ഒരു കമ്പനി എന്നെ ട്രീറ്റ് ചെയ്യുന്നത്, അത് അവരുടെ ഒരു പ്രീമിയം റേഞ്ച് വരുന്ന, ഫ്ലാഗ്ഷിപ്പ് റേഞ്ച് വരുന്ന ഫോണുകളിൽ ഒരെണ്ണമാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ എന്നെ അതൊരു മോശമായിട്ട് ട്രീറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായി. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഒന്നും നോക്കണ്ട, കണ്ടിന്യൂ ദ ഫൈറ്റ് ഫ്രം ദ ബിഗിനിങ്, ഒന്നേന്ന് വിളിച്ച് വന്നു. ഞാൻ വിചാരിച്ചു ഓക്കെ ശരി, ഒന്നും നോക്കണ്ട, ഒന്നേന്ന് വിളിക്കാം. ഒന്നേന്ന് വിളിച്ച് താഴേന്ന് വിളിച്ചു പോയി, അതായത് ഫ്രം ദ സർവീസ് സെൻറ്റർ അല്ല സോറി, കസ്റ്റമർ കെയർ മുതൽ ഞാൻ വിളിച്ച് എനിക്ക് ആ വ്യക്തിയുടെ പേര് അറിയായിരുന്നു. ഞാൻ ആ പേര് പറഞ്ഞ് അവസാനം എനിക്ക് ആ വ്യക്തിയിൽ നിന്നൊരു കോൾ ബാക്ക് അവർ അറേഞ്ച് ചെയ്ത് തന്നു. വലിയ ഉപകാരമായിരുന്നു. ആ കോൾ ബാക്ക് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് എന്തിനാണ് കള്ളം പറഞ്ഞത്, എനിക്ക് എന്തുകൊണ്ടാണ് നമ്പർ തരാതിരുന്നത്, നമ്പർ തന്നതൊരു ഫേക്ക് നമ്പർ ആയിരുന്നു, നിങ്ങളുടെ മെയിലിൽ നിന്ന് റെസ്പോണ്ട് ചെയ്തിട്ട് ഇനി എനിക്ക് വേറെ ഒരു വഴിയില്ല, എനിക്ക് ആക്ഷൻ എടുക്കാൻ, ഞാൻ ഇനി കൺസ്യൂമർ കോർട്ട് വഴി മൂവ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും ചെയ്യില്ല സാർ, നമുക്കൊരു സൊല്യൂഷൻ നോക്കാം സാർ, ഒരു പ്രാവശ്യം കൂടെ സർവീസ് സെൻ്ററിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി പോയതാണ്, ജോബ് ഷീറ്റ് ക്രിയേറ്റ് അല്ലല്ലോ സാർ, ഒരു പ്രാവശ്യം കൂടെ പോകണം. ശരി ഓക്കെ പോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. ഞാൻ സർവീസ് സെൻ്ററിൽ പോയി. അവർ പിന്നെയും ഫോൺ മേടിച്ചു, 6 സൈഡ് വീഡിയോ എടുത്തു, ഫോട്ടോ എടുത്തു, എല്ലാം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞ് അവർ അയച്ചു കൊടുത്തു. ഇനി ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞു. പിന്നെയും ഞാൻ ഫോളോ അപ്പ് മെയിൽസ് അയച്ചു. എല്ലാ ദിവസവും പുള്ളി ഈ സംഭവത്തിന് ശേഷം പിന്നെ പുള്ളി അക്നോളജ്മെൻറ്റ് മെയിലൊക്കെ അയക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അങ്ങനെ അക്നോളജ്മെൻറ്റ് മെയിലൊക്കെ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു ഓക്കെ ശരി, നമുക്കിപ്പോൾ നോക്കിയെന്നൊരു കാര്യം മനസ്സിലായി, കമ്പനിയുടെ ഇഷ്യൂ കൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു ഡിസ്കൗണ്ട് ഓഫർ ചെയ്യാം. അപ്പോൾ ഇതിന് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ആയാലും 10K അടുപ്പിച്ചൊരു എമൗണ്ടാണ് വന്നത്, അതിൽ 10K അവർ ബെയർ ചെയ്തോളാം. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ വളരെയധികം നെഗ്ലക്ട് ചെയ്തിട്ടൊരു കമ്പനി, ഒരു സർവീസ് സെൻറ്റർ, മനസ്സിന് വളരെയധികം വിഷമം ഉണ്ടാക്കിയ മറ്റൊരു ഇൻസിഡൻറ്റ്, ഇത്രയും ഒരു കാര്യങ്ങൾ സംഭവിച്ചു. അപ്പോൾ എനിക്കത് വളരെയധികം സാഡായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ 2 ഫ്രണ്ട്സ് നിന്ന്, എൻ്റെ പാരൻസ് എല്ലാവരും കൂടെ നിന്ന് ഫൈറ്റ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സൊല്യൂഷനിൽ എത്തിക്കാൻ പറ്റി എന്നുള്ളൊരു ഭയങ്കര സന്തോഷമായി. അങ്ങനെ പുള്ളി പറഞ്ഞു ഓക്കെ ശരി, അപ്പോൾ നമുക്ക് ഇനി ഫോണ് കടയിൽ സർവീസ് സെൻറ്ററിൽ കൊണ്ട് കൊടുത്താൽ മതി, ഈ മെയിൽ കാണിച്ചാൽ മതി. അപ്പോൾ ഞാൻ സർവീസ് സെൻറ്ററിൽ
കൊടുത്തപ്പോഴത്തേക്ക് അത്രയും നാളില്ലാത്ത ഒരു പൊട്ടൽ അവർ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഫോണിൻ്റെ സൈഡിലായിട്ട് ഒരു ഡെൻറ്റ് ഉണ്ട്. അപ്പോൾ ഞാനത് മുമ്പ് ഒരു ആക്സിഡൻറ്റ് ഇൻവോൾവ് ആയിട്ടുള്ള കുറേ നാൾ മുമ്പ് ഒരു ആക്സിഡൻറ്റ് ഇൻവോൾവ് ആയിട്ടുള്ളപ്പോൾ ഉണ്ടായ ഒരു ഡെൻറ്റാണ്. അപ്പോൾ അത് ഓൾറെഡി അവർ ആ 6 ഫോട്ടോയും വീഡിയോ വെച്ചപ്പോൾ കമ്പനി കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അവർക്ക് ആ സ്ത്രീക്ക് ഭയങ്കര ഒരു ഇത് അത് കാരണമായിരിക്കാമോ. അപ്പം ഞാൻ പറഞ്ഞു കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സോ ഇനി നിങ്ങൾ അതിലൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് പറഞ്ഞു. സ്വരം വല്ല വിധം അവർ പിന്നെയും ഒന്നുകൂടെ 6 ഫോട്ടോ അയച്ചു. അവിടെ നോക്കിയാണ് കുഴപ്പമൊന്നും ഇല്ലാതെ പിന്നെയും മെയിൽ വന്നു. അവസാനം അവർ നന്നാക്കി തരാമെന്ന് പറഞ്ഞു. ശരി, ഓക്കെ, നന്നാക്കി തരാം. അവർക്ക് ഞാൻ ബുധനാഴ്ചയാണ് ഫോൺ കൊടുക്കുന്നത്, ബുധനാഴ്ച പകൽ. ഈ ഫോണിൻ്റെ ഈ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളും നന്നാക്കാനായിട്ട് എടുക്കുന്നത് 3-4 മണിക്കൂറാണ്. ബുധനാഴ്ച വൈകുന്നേരം തന്നെ അവരെന്നെ വിളിച്ച് പറഞ്ഞു, സർ എല്ലാം ശരിയായി സർ, ഫോണ് റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഓ താങ്ക് യു, അപ്പോൾ എന്തായാലും ഞാൻ വന്ന് കളക്ട് ചെയ്യട്ടെ. അല്ല സർ, അത് കമ്പനിയിൽ നിന്ന് അപ്രൂവൽ കിട്ടണമെങ്കിൽ ഇനി തിങ്കളാഴ്ചയോ. ആലോചിക്കണം, ബുധനാഴ്ച വൈകുന്നേരമാണോ എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ്. ഞാൻ ചോദിച്ചു അതെന്താ? അത് വ്യാഴാഴ്ച ദീപാവലിയാണ് സർ. അപ്പോൾ ദീപാവലിയായിട്ട് പ്രമാണിച്ച് കുറേ പേര് കുറേ ലീവ് എടുക്കും. അപ്പോൾ ഈ കമ്പനി ഒരു ഇന്ത്യൻ കമ്പനി അല്ല. അപ്പോൾ ഒരിക്കലും ഒരു ഇന്ത്യൻ കമ്പനി അല്ലാത്ത കമ്പനി ഇത്രയും ദിവസം സ്റ്റാഫിന് ലീവ് കൊടുക്കില്ല. അഥവാ സ്റ്റാഫിന് ലീവ് കൊടുത്താലും ബാക്കപ്പ് ആയിട്ട് മറ്റാൾക്കാരെ വെച്ചിരിക്കും. സോ ഇങ്ങനെ ഒരു സംഭവം ഈ കമ്പനി നടത്തുന്നില്ല എന്ന് കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഷോക്ക്ഡായി. ഞാൻ പറഞ്ഞു എനിക്ക് ഫോൺ അത്യാവശ്യമാണ്, ഞാനൊരു യൂട്യൂബറാണ്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അല്ലാതെ തന്നെ കമ്പനി എൻ്റെ വർക്ക് റിലേറ്റഡ് കാര്യങ്ങളെല്ലാം ഫോണിലാണ്. അപ്പോൾ അവരോട് തരാൻ നിർവാഹമില്ല. എന്തൊരവസ്ഥയാണെന്ന് നോക്കണേ. എന്നിട്ട് എന്നെ ഇട്ട് മെനക്കെടുത്തിച്ച് ശനിയാഴ്ച കഴിഞ്ഞു, ഞായറാഴ്ച കഴിഞ്ഞു, തിങ്കളാഴ്ച വൈകുന്നേരം ആയപ്പോഴാണ് ഫോൺ റെഡി ആയത്. അപ്പോൾ പക്ഷേ എനിക്ക് എന്താണ് എൻ്റെ വർക്കിൻ്റെ കാര്യമായിട്ട് എനിക്ക് കൊച്ചി വരേണ്ടി വന്നു. സോ ഞാൻ കൊച്ചിയിലായിരുന്നു. ഫോൺ അച്ഛനാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ഫോൺ എനിക്കിപ്പോൾ കൈ കിട്ടിയത് ഇന്നലെയാണ്. ഇന്നലെ കൈ കിട്ടി. അപ്പം മുതൽ ഞാൻ എൻ്റെ കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പിന്നെ പോകുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്ര ഒരു പ്രീമിയം കമ്പനിയുടെ ഒരു പ്രീമിയം ഫോൺ എടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും വന്നാലും ഒരിക്കലും നമുക്ക് പെട്ടെന്നൊന്നും ഒരു സൊല്യൂഷൻ കിട്ടിയെന്ന് വരില്ല. പക്ഷേ നമ്മൾ ഒരിക്കലും നമ്മുടെ ഫൈറ്റ് നിർത്തരുത്. നമ്മൾക്ക് ചെയ്തത്, അതായത് നമ്മുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കും ഇല്ല, നമ്മുടെ ഭാഗത്തുനിന്ന് ഫോൺ താഴെ വീണിട്ടില്ല, നമ്മുടെ ഭാഗത്തുനിന്ന് ഫോണിന് ഒരു പൊട്ടലോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യണം. അതിനുവേണ്ടി 1-2 പേരായിരിക്കും ചിലപ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് സംസാരിക്കുന്നത്. അവർ മതി നമുക്ക്. അവരെ കൂട്ടി നിർത്തി നമ്മൾ ആ ഒരു ഫൈറ്റ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് റിസൾട്ട് ഉണ്ടാവും. ഇപ്പോൾ ഒരുപാട് പേരുടെ ഫോൺസിൽ ഇത്ര ഇഷ്യൂസൊക്കെ വരുന്നുണ്ടാവും, എനിക്കറിയില്ല. എനിക്കെന്തായാലും ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി, അതിനൊരു സൊല്യൂഷൻ ദൈവം സഹായിച്ച് എനിക്ക് അങ്ങനെ ഒരു സൊല്യൂഷൻ കിട്ടി. സോ എന്തായാലും ആ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. ഇതിൽ മറ്റുള്ളവരുടെ ആ ഒരു പെരുമാറ്റങ്ങളും എല്ലാം ഞാൻ ഫേസ് ചെയ്ത കാര്യങ്ങളും എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. സോ എനിവേസ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. GJVS എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ അപ്ഡേറ്റ്സ് ആയിട്ട് കിട്ടും. ഫോണില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നാൾ വീഡിയോസിൽ നിന്നൊന്ന് മാറിയിരുന്നു. ഇപ്പോൾ ഫോൺ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ പല വീഡിയോസ് ഇടുന്നതായിരിക്കും. നമുക്ക് അടിപൊളി കണ്ടന്റ്സ് ഒക്കെ ആയിട്ട് വരാം. സോ നിങ്ങളിങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. മറ്റു വീഡിയോ കാണാം. അതൊരു കിഡ്സ് മീ GJ സൈനിങ് ഓഫ്. ബൈ.